ഹായ് ഗൈസ്, വെൽക്കം ടു ഓഡിയോസ്. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളോട് ഒരു വലിയ താങ്ക്സ് ഞാൻ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ഏകദേശം 500 വ്യൂസ് കിട്ടിയായിരുന്നു. അപ്പോൾ ആസ് എ ബിഗിനർ എനിക്കതൊരു വലിയ കാര്യമാണ്. സോ ഞാൻ കൂടുതൽ കോമിക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് കൂടുതൽ ചെയ്യും. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ 2 ടീസർ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഒന്ന് ക്യാപ്റ്റൻ അമേരിക്കയുടെയും അതുപോലെ തന്നെ തോറിൻ്റെയും. അപ്പോൾ രണ്ടിനെ പറ്റിയുള്ള ഒരു എന്താ പറയുക ട്രെയിലർ ബ്രേക്ക് ഡൗൺ ആയിരിക്കും ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്തായിരിക്കും ഒരു പ്ലോട്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ എൻ്റെ രീതിയിൽ ഞാൻ ഒരു ഫാൻ തിയറി പോലെ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചുവരവായിരുന്നു. കാരണം ഇപ്പോൾ RDJ, അതായത് റോബർട്ട് ഡോണി ജൂനിയർ അല്ലെങ്കിൽ ടോണി സ്റ്റാർക്ക് എന്താ പറയുക ഒരു വില്ലനായിട്ട് തിരിച്ചു വരുമ്പോൾ ഉറപ്പായിട്ടും ക്യാപ്റ്റൻ അമേരിക്ക, സ്റ്റീവ് റോജേഴ്സ് ഇപ്പുറത്ത് നിൽക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാ ഫാൻസിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. സോ അത് റൂസോ ബ്രദേഴ്സ് നമുക്ക് എന്താ പറയുക നിറവേറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു മാസ്സായിട്ടുള്ള സീൻസൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫാമിലി മാനായുള്ള ഒരു ക്യാപ്റ്റൻ അമേരിക്ക അല്ലെങ്കിൽ സ്റ്റീവ് റോജേഴ്സിനെ കാണിച്ചാണ്, അല്ലെങ്കിൽ അതിനെ ഹിൻഡ് ചെയ്തിട്ടാണ് ഇത് തുടങ്ങുന്നത്. തോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ തോറിൻ്റെ ട്രെയിലറിൽ ഇപ്പോൾ നമുക്ക് ലവിനെ കാണാം. അതായത് ആ ലവ് ആൻഡ് തണ്ടർ എന്നുള്ള ആ ഒരു തോർ ഫിലിം അത് അത്രയ്ക്ക് വലിയ സ്വീകാര്യത കിട്ടിയില്ലായിരുന്നു. സോ അതിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് ഇതിലുണ്ടാവും എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. അപ്പം നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലവ് ആൻഡ് തണ്ടർ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ തോർ ലവ് ആൻഡ് തണ്ടറിൽ ഇപ്പോൾ ഗോറിൻ്റെ മകളായിട്ടുള്ള ലവിനെ കാണിച്ചിട്ട്, അതായത് പനി പിടിച്ച അവശയായി കിടക്കുന്ന ലവിനെ കാണിച്ചിട്ടാണ് ഈ ട്രെയിലർ തുടങ്ങുന്നത്. അതുപോലെ തന്നെ തോറ് നമ്മുടെ ഒരു ഇൻഫിനിറ്റി വാർ ലുക്ക്, അതായത് ആ ലോങ് ഹെയർ കളഞ്ഞിട്ട് ഷോർട്ട് ഹെയർ ലുക്കിലാണ് ഇപ്പോൾ ഉള്ളത്. സോ എന്തോ ഒരു കുറച്ച് ഡാർക്കായിട്ട് എന്തോ സംഭവിച്ചു എന്നുള്ള പോലെ നമുക്ക് ആ ടീസറിൽ നിന്ന് മനസ്സിലാവും. സോ ഇതിൽ നിന്നൊക്കെ പറയാൻ പോണത് എത്രത്തോളം വലിയൊരു ത്രെറ്റാണ്, അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു ബിഗ് വില്ലനാണ് ഡോക്ടർ ഡൂം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ ഫേസ് ഓഫ് ചെയ്യുന്നത് അവരുടെ ഒറ്റ ചങ്ങാതിയുടെ മുഖമുള്ള വില്ലനെയാണ്. സോ അതാണ് ഈ ഡൂംസ്ഡേനെ ഭയങ്കര എക്സൈറ്റിങ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ കാര്യത്തിൽ. പിന്നെ എന്താ പറയുക, കോമിക്സിലാണെങ്കിലും ഇപ്പോൾ ഡൂംസ് എന്ന് പറയുന്നത് ഡൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര മനിപ്പുലേറ്റീവായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ ആൾക്കാരെ മനിപ്പുലേറ്റ് ചെയ്ത് സ്വന്തം കാര്യം നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. സോ അത് RDJ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, പുള്ളിയുടെ വില്ലനിസും കാര്യങ്ങളൊക്കെ നമ്മൾ പല പടങ്ങളും കണ്ടിട്ടുണ്ട്. സോ ഇവിടെ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാനായിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഇപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ കൺഫേംഡ് ആണ്. അതായത് എക്സ്മാൻ ടീം, അതായത് പഴയ ഒരു OG എക്സ്മാൻ ടീം. ഇപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ വോൾവറൈൻ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, ബട്ട് ബാക്കിയുള്ള കുറേ പേരുണ്ടാവും. അല്ലെങ്കിൽ എൻറ്റയർലി ന്യൂ ആയിട്ടുള്ളൊരു എക്സ്മെനെ ആയിരിക്കും കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഫാൻറ്റാസ്റ്റിക് ഫോറിലെ ടീം മുഴുവൻ ഉണ്ടാവും. അതുപോലെ തന്നെ തണ്ടർ ബോൾട്ട്, അതായത് ന്യൂ അവഞ്ചേഴ്സ് അവരുണ്ടാവും. പിന്നെ വൾച്ചർ, അതായത് പുള്ളിയാണല്ലോ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക, അവരൊക്കെ ഉണ്ട് എന്നുള്ളത് ഏകദേശം കൺഫേംഡ് ആണ്. അപ്പോൾ ഇതിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെയും ഇതുമായിട്ട് എന്താണ് ക്രോസ് ഓവർ എന്നുള്ളത് അറിയില്ല. ആ ഇവൻറ്റ്സ് ഇതിന് മുൻപാണോ അതോ അത് കഴിഞ്ഞിട്ടാണോ എന്നുള്ളതൊന്നും അറിയില്ല. സ്പൈഡർമാൻ ഇതിലെന്താണ് റോൾ എന്നുള്ളതും നമുക്കറിയില്ല. എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ ആം റിയലി എക്സൈറ്റഡ്. കാരണം പീറ്റർ പാർക്കർ എന്നുള്ളൊരു ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് വളരാൻ പറ്റിയ ഒരു സ്പേസ് ഇതിലുണ്ട്. നമുക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ രണ്ട് എന്താ പറയുക ടീസറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പെക്റ്റേഷൻസ് എത്രത്തോളം ഹൈ ആണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക ഡൂംസ്ഡേനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം കോമിക്സിൽ നിന്ന് കാര്യങ്ങൾ എന്താ പറയുക ഇൻസ്പയർ ചെയ്ത് എന്തായിരിക്കും പ്ലോട്ട് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളൊരു മൈൻഡ് എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളെ ഈ സപ്പോർട്ട് അനുസരിച്ച് ഞാനതൊക്കെ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ, താങ്ക്സ് ഫോർ വാച്ചിങ് ഓഡിയോസ്.